Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യുനെസ്കോസ് റോൾ ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ, നമ്മുടെ ഹെറിറ്റേജ് സംരക്ഷിക്കുന്നതിൽ യുനെസ്കോയുടെ റോൾ എന്താണ് യുനെസ്കോയുടെ പങ്ക്, നമ്മളുടെ പൈതൃകത്തെ, നമ്മുടെ ഹെറിറ്റേജിനെ സംരക്ഷിക്കുന്നതിൽ യുനെസ്കോയുടെ പങ്ക് എന്താണ്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അപ്പോൾ ഓക്കെ, നമ്മളെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുനെസ്കോസ് റോൾ ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ, ഹെറിറ്റേജിനെ സംരക്ഷിക്കുന്നതിൽ യുനെസ്കോയുടെ പങ്ക്. എന്താ ഈ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം പൈതൃകം. ഇനി യുനെസ്കോ എന്താ? യുനെസ്കോ യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? യുനെസ്കോ. അതായത് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് യുനെസ്കോ. ഈ യുനെസ്കോ plays a major role in safeguarding important cultural and natural sites around the world. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട സാംസ്കാരികവും അതുപോലെ തന്നെ നേച്ചുറലുമായിട്ടുള്ള സൈറ്റുകളെ സംരക്ഷിക്കുക എന്നുള്ളതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് യുനെസ്കോ. അതായത് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതായത് യുനെസ്കോ. അപ്പൊ യുനെസ്കോ പ്ലേസ് എ മേജർ റോൾ ഇൻ സേഫ് ഗാർഡിംഗ്, പ്രൊട്ടക്ട് ചെയ്യാം, സേഫ് ഗാർഡിംഗ് ഇമ്പോർട്ടന്റ് കൾച്ചറൽ ആൻഡ് നേച്ചുറൽ സൈറ്റ്സ് അറൌണ്ട് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട നേച്ചുറൽ ആൻഡ് കൾച്ചറൽ സൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷനാണ് യുനെസ്കോ. It encourages countries to identify, protect and preserve places that hold exceptional value for all of humanity. അതായത് ഈ യുനെസ്കോ encourages countries, രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്തൊക്കെ? ടു ഐഡന്റിഫൈ, പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ്. മൂന്ന് കാര്യങ്ങളാണ്: തിരിച്ചറിയുക, പ്രൊട്ടക്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക, നിലനിർത്തുക. പ്ലേസസ് ദാറ്റ് ഹോൾഡ് എക്സെപ്ഷണൽ വാല്യൂ ഫോർ ഓൾ ഹ്യൂമാനിറ്റി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഹ്യൂമാനിറ്റി മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വളരെയധികം വാല്യൂ ഉള്ള, മൂല്യങ്ങളുള്ള സ്ഥലങ്ങൾ, പ്ലേസസ്, അത്തരത്തിലുള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി യുനെസ്കോ വളരെയധികം രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് എൻകറേജസ് കൺട്രീസ് ടു ഐഡന്റിഫൈ, പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് പ്ലേസസ് ദാറ്റ് ഹോൾഡ് എക്സെപ്ഷണൽ വാല്യൂ ഫോർ ഓൾ ഹ്യൂമാനിറ്റി. അതായത് എങ്ങനത്തെ സ്ഥലങ്ങള്? സച്ച് ആസ് ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സ്, നേച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. ചരിത്രപരമായിട്ടുള്ള സ്മാരകങ്ങള്, അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ലാൻഡ്സ്കേപ്സ്, ഭൂപ്രദേശങ്ങള്, അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ. ഇത്തരത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനുഷ്യന് ഗുണകരമായിട്ടുള്ള, വളരെയധികം വാല്യൂ ഉള്ള ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സ്, നേച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, ഇവയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടി വളരെയധികം യുനെസ്കോ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇൻ 1972, 1972 യുനെസ്കോ അഡോപ്റ്റഡ് ദ കൺവെൻഷൻ കൺസേണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് കൾച്ചറൽ ആൻഡ് നേച്ചുറൽ ഹെറിറ്റേജ്. അതായത് 1972 ലോക സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്
മുൻനിർത്തിക്കൊണ്ട് നടന്ന കൺവെൻഷനെ 1972 യുനെസ്കോ ഈ കൺവെൻഷൻ അംഗീകരിച്ചു. മാത്രമല്ല, ആൾസോ നോൺ ആസ് ദ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ, ലോക പൈതൃക കൺവെൻഷൻ എന്ന പേരിലാണ് ഈ കൺവെൻഷൻ അറിയപ്പെടുന്നത്. ദിസ് എഗ്രിമെന്റ് വാസ് ഡിസൈൻ ടു എൻഷുർ ദാറ്റ്, എന്തായിരുന്നു ഈ കൺവെൻഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്, അതൊരു കരാറാണ്. ആ കരാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻഷുർ ദാറ്റ് ദീസ് ഇമ്പോർട്ടന്റ് സൈറ്റ്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സ്, അതുപോലെ തന്നെ നേച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആർക്കിയോളജിക്കൽ സൈറ്റുകൾ, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് സൈറ്റുകളെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നിലനിർത്തുക എന്നുള്ളതാണ് ഈ എഗ്രിമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ദ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ, അതായത് യുനെസ്കോ അംഗീകരിച്ച ഈ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ which has been backed by 195 countries, അതായത് ലോകത്തിലെ 195 രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഈ ഒരു കൺവെൻഷൻ is dedicated to preserving the world's most important natural and cultural heritage. അപ്പോൾ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട സാംസ്കാരികവും അതുപോലെ തന്നെ പ്രകൃതിദത്തവുമായിട്ടുള്ള പൈതൃകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 100% ഡെഡിക്കേറ്റഡ് ആണ് എന്ത്? ഈ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം, അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? പ്രിസർവ് വേൾഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് നേച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ലോകത്തിലെ സാംസ്കാരികവും അതുപോലെ തന്നെ സ്വാഭാവികവുമായിട്ടുള്ള പൈതൃകത്തെ സംരക്ഷിക്കുക, അതിനു വേണ്ടിയാണ് ഈ കൺവെൻഷൻ നിലകൊള്ളുന്നത്. അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ഈ കൺവെൻഷൻ. The convention recognizes that heritage is not just limited to man-made structures. ഈ ഒരു കൺവെൻഷൻ തിരിച്ചറിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ത്? പൈതൃകം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതികൾക്ക് മാത്രമുള്ളതല്ല. ഹെറിറ്റേജ് ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു മാൻ-മെയ്ഡ് സ്ട്രക്ചേഴ്സ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ളവയ്ക്ക് മാത്രമല്ല പാരമ്പര്യമുള്ളത്, മറിച്ച് but also includes natural landscapes like forest, mountains and lakes that have special significance. എന്താ പറയുന്നത്? മാൻമെയ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് മാത്രമല്ല ഹെറിറ്റേജും പാരമ്പര്യവും പൈതൃകവും ഉള്ളത്, മറിച്ച് നേച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഭൂരൂപങ്ങളായിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ള ഫോറസ്റ്റുകള്, മൗണ്ടെയിൻസ്, ലേക്സ്, തടാകങ്ങള്, ഇവയ്ക്കെല്ലാം പ്രാധാന്യവും അതുപോലെ തന്നെ പൈതൃകവും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷൻ അംഗീകരിച്ച കാര്യം. ദ ഗോൾ ഈസ് ടു എൻഷുർ ദാറ്റ്, ഈ കൺവെൻഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു എൻഷുർ എന്നുള്ളതാണ്. എൻഷുർ ചെയ്യണം, ദാറ്റ് മീൻസ് ടു മേക്ക് ഷുവർ, ഉറപ്പിക്കണം. അതായത് ഈ ഒരു കൺവെൻഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻഷുർ ചെയ്യുക എന്നുള്ളത്. ദാറ്റ് മീൻസ് ടു മേക്ക് ഷുവർ എന്ത്? ദാറ്റ് countries work together to protect both cultural and natural treasures that reflect shared history and beauty of the world. ലോകത്തിന്റെ ഭംഗിയും ചരിത്രവും പ്രതിഫലിപ്പിക്കുന്ന സ്മാരകങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ രാജ്യത്തിന് കഴിയണം, അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ കൺവെൻഷൻ എന്താണ്? ഈ കൺവെൻഷന്റെ ഗോൾ എന്ന് പറയുന്നത്, അതായത് ഈ കൺവെൻഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കൺവെൻഷന്റെ പേര് നോക്കാം. ഈ കൺവെൻഷന്റെ പേര് വരുന്നത് എന്താണ്? വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. അപ്പൊ ഈ കൺവെൻഷന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത് എന്താണ്? എൻഷുർ ദാറ്റ് countries work together to protect both cultural and natural treasures. അതായത്
ലോകത്തുള്ള സാംസ്കാരികവും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള സ്മാരകങ്ങളാണെങ്കിലും എന്താണെങ്കിലും ശരി, അത്തരത്തിലുള്ള ട്രഷേഴ്സ് എന്താണ് അവയുടെ പ്രത്യേകത? ദാറ്റ് റിഫ്ലക്റ്റ് ഷെയർഡ് ഹിസ്റ്ററി ആൻഡ് ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ഭംഗിയും ചരിത്രവും ഇവ രണ്ടിനെയും പ്രതിഫലിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലേസുകൾ അല്ലെങ്കിൽ നമ്മളുടെ ലോകത്തിന്റെ തന്നെ ട്രഷേഴ്സ് ആയിട്ടുള്ള സമ്പത്തുകളെ സംരക്ഷിക്കാൻ രാജ്യങ്ങളെ ഒരുമിച്ച് പ്രവർത്തിക്കുക, അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷന്റെ ലക്ഷ്യം. ഇറ്റ് കമ്പൈൻസ് നേച്ചുറൽ കൺസർവേഷൻ ആൻഡ് കൾച്ചറൽ സൈറ്റ്സ് പ്രിസർവേഷൻ. ഈ കൺവെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നേച്ചുറൽ കൺസർവേഷനും അതുപോലെ തന്നെ കൾച്ചറൽ സൈറ്റ് പ്രിസർവേഷൻ, ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിപ്പിക്കുന്നു, കമ്പൈൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്, പ്രാദേശികമായിട്ടുള്ള വിഭാഗങ്ങളുടെ പ്രൊട്ടക്ഷൻ, അതിനും ഊന്നൽ കൊടുക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? നേച്ചുറൽ കൺസർവേഷനെയും കൾച്ചറൽ സൈറ്റ് പ്രിസർവേഷനെയും കമ്പൈൻ ചെയ്യുന്നതോടൊപ്പം ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ പ്രാധാന്യത്തിനും ഊന്നൽ കൊടുക്കുന്നു. വൺസ് എ സൈറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, അതായത് ഒരിക്കൽ ഒരു സൈറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, വൺസ് എ സൈറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്, ഒരിക്കൽ ഒരു സൈറ്റ് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഏത് നിലയ്ക്ക്? ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അത്തരം ഒരു സൈറ്റ് ആയിട്ട് ഒരു സൈറ്റിനെ, അത് എന്തായിക്കോട്ടെ, ഫോറസ്റ്റ് ആണെങ്കിലും മൗണ്ടെയിൻ ആണെങ്കിലും ലേക്ക് ആണെങ്കിലും എന്താണെങ്കിലും, അത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് റിസീവ്സ് ഇന്റർനാഷണൽ അറ്റൻഷൻ. പിന്നെ ആ സ്ഥലത്തിന് എന്ത് കിട്ടുന്നു? ഇന്റർനാഷണൽ അറ്റൻഷൻ, ലോക ശ്രദ്ധ അതിന് ലഭിക്കുന്നു. ശ്രദ്ധ മാത്രമല്ല, ആൻഡ് സപ്പോർട്ട് ടു പ്രിവെന്റ് മാത്രമല്ല, അതിന് എല്ലാ നിലക്കുള്ള സപ്പോർട്ടും കിട്ടും. എന്തിനുള്ള സപ്പോർട്ട്? ടു പ്രിവെന്റ് ഡാമേജ് ഫ്രം ഇഷ്യൂസ് ലൈക്ക്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം നാശം സംഭവിക്കാം, ഡാമേജ് ഉണ്ടാവാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യാം. അതായത് ഡാമേജിന് കാരണമായേക്കാവുന്ന, ഹേതുവായേക്കാവുന്ന ഏത് തരത്തിലുള്ള ഇഷ്യൂ ആണെങ്കിലും അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സപ്പോർട്ട് ആ ഒരു സൈറ്റിന് പിന്നെ ലഭിക്കും. ആ ഒരു സൈറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടും. അതുപോലെ തന്നെ സപ്പോർട്ട് ടു പ്രിവെന്റ് ഡാമേജ് ഫ്രം എന്തെല്ലാം ഇഷ്യൂസിൽ നിന്ന്? ഇഷ്യൂസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ടൂറിസം ഓർ നെഗ്ലെക്ട്. അതായത് അപ്പൊ എന്തൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ ടൂറിസം ഓർ നെഗ്ലെക്ട്, അതായത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാവുന്ന അവഗണനകൾ, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം, ഇത് മൂലം ഏതെങ്കിലും തരത്തിലുള്ള നാശം, ഡാമേജ് അതിനുണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ആ സൈറ്റിന് ലഭിക്കും. ദ കൺവെൻഷൻ ഇഫക്റ്റീവ്ലി അഡ്രസ്സസ്, മാത്രമല്ല ഈ കൺവെൻഷൻ വളരെ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട് ഇഷ്യൂസ്. എത്തരത്തിലുള്ള പ്രശ്നങ്ങൾ? അതായത് ഇത്തരം സൈറ്റുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഏതുപോലെ? ക്ലൈമറ്റ് ചേഞ്ച്, അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണം, മാസ് ടൂറിസം, സസ്റ്റൈനബിൾ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിര വികസനം, നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, അതുപോലെ തന്നെ എൻകറേജിങ് എ ഗ്ലോബൽ എഫേർട്ട് ടു സേഫ്ഗാർഡ് ദീസ് കൾച്ചറൽ ആൻഡ് നേച്ചുറൽ ട്രഷേഴ്സ്, ഇത്തരത്തിലുള്ള സാംസ്കാരികവും അതുപോലെ തന്നെ സ്വാഭാവികവുമായിട്ടുള്ള കൾച്ചറൽ ആൻഡ് നേച്ചുറൽ ട്രഷേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗ്ലോബൽ എഫേർട്ട്, ആഗോള ശ്രമങ്ങളെയും ഈ ഒരു ഓർഗനൈസേഷൻ, അതായത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് യുനെസ്കോ, അവ എല്ലാ തരത്തിലുള്ള ഗ്ലോബൽ എഫേർട്ട്, അതായത്
ലോകത്തിലുള്ള കൾച്ചറൽ ആൻഡ് നേച്ചുറൽ മൊണുമെന്റ്സ് അല്ലെങ്കിൽ പ്ലേസസ് അല്ലെങ്കിൽ സൈറ്റ്സ് അല്ലെ, കൾച്ചറൽ ആൻഡ് നേച്ചുറൽ ട്രഷേഴ്സ്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കൾച്ചറൽ ആൻഡ് നേച്ചുറൽ ട്രഷർ, ആ രാജ്യത്തിന്റെ ലോകത്തിന്റെ തന്നെ ഒരു ട്രഷർ, സമ്പത്താണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആഗോളതലത്തിലുള്ള ശ്രമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന ലോക സംഘടനയാണെന്ത്? യുനെസ്കോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകള്, മൊണുമെന്റ്സ് ഇവയെ സംരക്ഷിക്കുന്നതിൽ യുനെസ്കോ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ യുനെസ്കോയുടെ റോള്, ഹെറിറ്റേജ് പ്രിസർവേഷനിൽ യുനെസ്കോയുടെ റോൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.